മിനിഞ്ഞാന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കളും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരുമായി ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് ഹൈക്കമാൻഡ് നടത്തിയത്. പക്ഷേ ആ ചർച്ചയ്ക്ക് ശേഷം എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് മുഖ്യമന്ത്രി ആരാണെന്നത് സംബന്ധിച്ച തീരുമാനമല്ല, പകരം സംസ്ഥാനത്ത് നടക്കുന്ന ചേരി തിരിഞ്ഞുള്ള തർക്കവും ഏറ്റുമുട്ടലും ഒഴിവാക്കണം, ഫ്ലെക്സുകൾ ഒഴിവാക്കണം, പ്രതിഷേധങ്ങൾ ഒഴിവാക്കണം, പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം എന്നുള്ള ഉറപ്പാണ് നേതാക്കളിൽ നിന്ന് അന്നെടുത്തത്. ആ തീരുമാനം മാത്രമാണ് കൈക്കൊണ്ടത്. ആ സ്റ്റാറ്റസ് കോയിൽ നിന്ന് അത് ഒരു ദിവസത്തിന് ശേഷം വീണ്ടും അടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവസത്തെ ഇടവേള ഇതിനോടകം എടുത്തു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട നേതാക്കളെ, കേരളത്തിലെ മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു AICC ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 പേർക്കും, VD സതീശനും KC വേണുഗോപാലിനും ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി പദത്തിന് ഒരുപോലെ അർഹതയുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷമുള്ള ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. 3 പേരും എന്തുകൊണ്ട് തങ്ങളെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണം, തങ്ങളുടെ അവകാശവാദം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് 3 പേരും ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചത്. സ്വാഭാവികമായും മറ്റു കൂടുതൽ പേരെ കൂടി കേൾക്കണമെന്ന് ഹൈക്കമാൻഡ് അങ്ങനെയാണ് തീരുമാനിച്ചത്. അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അങ്ങനെയാണ് തീരുമാനം എടുത്തത്. അതിൽ ഘടകകക്ഷികൾക്ക് വലിയ റോളുണ്ട്. ഘടകകക്ഷികളുമായി ആശയവിനിമയം വീണ്ടും നടത്തും, അവരുമായി സംസാരിക്കും, അവരുമായി ഫോൺ മുഖേനയായിരിക്കും ബന്ധപ്പെടുക. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ, K മുരളീധരൻ അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല, നേരിട്ടെത്തി തന്നെ അവരുമായി ഒരു ചർച്ചയ്ക്ക് AICC ഒരുങ്ങുന്നു, ഹൈക്കമാൻഡ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ, VM സുധീരൻ, MM ഹസൻ തുടങ്ങി പ്രധാനപ്പെട്ട K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരുപക്ഷെ നേതാക്കൾ ഇവിടെ നിന്ന് പുറപ്പെടും. K മുരളീധരൻ ഒരുപക്ഷെ 5:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ പുറപ്പെടുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ VM സുധീരൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം തന്നിട്ടില്ല. MM ഹസനും പുറപ്പെടാനാണ് സാധ്യത. എന്നാണെങ്കിലും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി കേൾക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് എന്തു പറയാനുണ്ട് ഇക്കാര്യത്തിൽ, അവരുടെ ടേക്ക് എന്താണെന്നുള്ളത് AICC കേൾക്കുന്നു, ഹൈക്കമാൻഡ് കേൾക്കുന്നു. നേരത്തെ തന്നെ K മുരളീധരൻ ആരാകണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് K മുരളീധരന്റെ സൂചനകൾ നൽകിയിരുന്നു. K സുധാകരൻ ആരാകണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് K സുധാകരൻ അദ്ദേഹത്തിന്റെ ടേക്ക് നൽകിയിരുന്നു. അത് പൂർണ്ണമായി KC വേണുഗോപാലിന് അനുകൂല